الحمد لله رب العالمين. نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم، وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. قال الله تعالى في القرآن الكريم: يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. قولوا قولا سديدا يصلح لكم أعمالكم، الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا وهو العزيز الغفور. വിശുദ്ധ ഖുർആനിലെ 67 ചാപ്റ്റർ നമ്പർ 67 സൂറത്തുൽ മുൽക്ക്. വിശുദ്ധ ഖുർആനിലെ എല്ലാ സൂറത്തുകളും പവിത്രമാണ്, പരിശുദ്ധമാണ്. എന്നാൽ അതിൽ കൂടുതൽ പവിത്രതയിൽ ഏറ്റവും മുന്നിട്ട് നിൽക്കാന്ന് അങ്ങനെ ഒന്നും പറയാൻ പാടില്ല. എല്ലാം അള്ളാന്റെ കലാമാണ്. എന്നാലും മുൽക്കിന് ചില ബഹുമതികളുണ്ട്. സൂറത്തുൽ മുൽക്കിന്റെ 2-ാമത്തെ ആയത്താണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത. വലിയൊരു ചോദ്യത്തിന്റെ ഉത്തരാണ് ഒരുപക്ഷെ ഈ ആയത്ത്. ഈ വലിയൊരു ചോദ്യം ഇന്ന് ലോകത്ത് എല്ലാവരും മനസ്സിനോട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. എല്ലാവരും ലൈഫിൽ എല്ലാ പ്രായത്തിലും ഒരു പക്ഷേ ഈ ക്വസ്റ്റ്യൻ മനസ്സിലേക്ക് വന്നേക്കാം. പ്രായമാകുമ്പോൾ, ജീവിതത്തിന്റെ അവസാന കാലെത്തുമ്പോൾ, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ടെൻഷനായി നിൽക്കുമ്പോൾ ഒക്കെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ മെല്ലെ ഈ ചോദ്യം മനസ്സിലേക്ക് ഒരിക്കലെങ്കിലും ചോദിക്കാത്ത ഒരാൾ ഉണ്ടാവില്ല. ചോദ്യം ഇതാണ്: ഞാൻ എന്തിനാണ് ജീവിക്കുന്നത്? എൻ്റെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ്? എൻ്റെ എൻ്റെ ജീവിതത്തിന്റെ ആകത്തുക ഞാൻ എന്തിനാണ്? എൻ്റെ പർപ്പസ് എന്താണ്? എൻ്റെ ഉദ്ദേശം എന്താണ് എന്നൊരു ചോദ്യം എല്ലാവരും തൻ്റെ സ്വത്വബോധത്തോട്, തൻ്റെ ശരീരത്തോട്, തൻ്റെ ജീവിതത്തോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു 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 വല്ലാത്ത ചോദ്യമാണത്. ഇതിന്റെ ഉത്തരം കണ്ടെത്തിയാൽ ഒരാളുടെ ജീവിതം മീനിങ് ഫുൾ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അർത്ഥവത്തായ ഒരാളുടെ ജീവിതത്തിന് അർത്ഥമുണ്ടാകുന്നത് എൻ്റെ ജീവിതം എന്തിനാണ് എന്ന ചോദ്യത്തിന്റെ ഉത്തരം കണ്ടെത്തുമ്പോഴാണ്. ഈ ചോദ്യത്തിന് ഉത്തരമുണ്ട്. അതാണ് സൂറത്തുൽ മുൽക്കിലെ 2-ാമത്തെ ആയത്തിൽ അതിന്റെ ഉത്തരം പറയുന്നത്. അപ്പൊ നമ്മുടെ ജീവിതം, ഞാനും നിങ്ങളൊക്കെ ജീവിക്കുന്നത്, നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ലക്ഷ്യം റിളല്ലയാണ്. റിളല്ലാഹ്, അള്ളാന്റെ ഇഷ്ടം നേടിയെടുക്കുക എന്നുള്ളതാണ്. നമ്മൾ ജീവിതത്തിൽ ഒരുപാട് പ്രയാസപ്പെടുന്നത് മറ്റുള്ള പല ആളുകളുടെ ഇഷ്ടം നേടിയെടുക്കാനാണ്. ഇപ്പൊ ചെറിയൊരു കുട്ടിയുടെ കാര്യം ആലോചിക്കുക. ഒരു ചെറിയൊരു കുട്ടി എന്താ ചെയ്യുക? ഉമ്മ ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ, അല്ലെ ഉമ്മ കാണുന്നുണ്ടെങ്കിൽ ആ കുട്ടി എന്തും ആ ഉമ്മ കാണാൻ വേണ്ടിയിട്ടുള്ള ചില ഷോകൾ ചെറിയ കുട്ടികൾ വരെ, ഒന്നും അറിയാത്ത കുട്ടികൾ വരെ ചെയ്യും. ഇനി കുറച്ചുകൂടെ വലുതായി കഴിഞ്ഞാൽ അവരുടെ അധ്യാപകരോ അല്ലെങ്കിൽ ഫ്രണ്ട്സ് കാണാൻ വേണ്ടിയിട്ട് അവരെന്തും ചെയ്യും. അവര് ഒന്ന് നമ്മളെ സംതൃപ്തിപ്പെടുത്തുക എന്നാണ് ആ ഒരു ഫ്രണ്ട്സിന്റെ ഒരു ലോകത്ത്. മാതാപിതാക്കൾ കാണാൻ വേണ്ടി കളിക്കുന്ന ഒരു കുട്ടി അത് കഴിഞ്ഞ് കുറച്ച് പ്രായമായി കഴിഞ്ഞാൽ പിന്നെ ഫ്രണ്ട്സാണ് അവന്റെ ലോകം. മാതാപിതാക്കളെ വിട്ട് പിന്നെ ഫ്രണ്ട്സാണ്. ഫ്രണ്ട്സിനെ ഇഷ്ടപ്പെടുത്താൻ, തൃപ്തിപ്പെടുത്താൻ വേണ്ടി അവൻ എന്തും ചെയ്യും. കുറച്ച് കഴിഞ്ഞ് വിവാഹം കഴിഞ്ഞ പിന്നെ ഭാര്യക്ക് ഇഷ്ടം കിട്ടാൻ, അല്ലെ, പിന്നെ ജോലിയുടെ പ്രായത്തുന്ന സമയത്ത് ജോലി, തന്റെ ബോസ് എന്നെ ഇഷ്ടപ്പെടണം, അതിനുവേണ്ടി എന്തും ചെയ്യും. അങ്ങനെ 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 പിന്നെ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവരാണെങ്കിൽ അല്ലെ, മേലെയുള്ള ആളുകളൊക്കെ അംഗീകരിക്കാൻ, അവരുടെ അംഗീകാരം കിട്ടാൻ, അവരുടെ സ്നേഹം, അവരുടെ പരിഗണന കിട്ടാൻ നമ്മൾ എന്തും ചെയ്യും. അങ്ങനെ നമ്മളൊക്കെ ജീവിക്കുമ്പോൾ ഓരോരുത്തരും മറ്റുള്ളവരിൽ നിന്ന് പരിഗണനയും ഒരു ബഹുമതിയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഏതറ്റം വരെയും പോകും. ഇത് ഭൂമിയിലെ ഒരവസ്ഥയാണ്. എന്നാൽ
യഥാർത്ഥത്തിൽ നമ്മൾക്ക് ആരുടെയും സർട്ടിഫിക്കറ്റ് വേണ്ട. മനുഷ്യൻ പൊതുവെ ജീവിക്കുന്നത് 3 കാര്യങ്ങൾ നേടിയെടുക്കാനാണ്. ഒന്ന് ഇത് ദുനിയവിയായ ഒരു കൺസെപ്റ്റിലാ പറയുന്നത്. ദുനിയവിയായ ഒരു കൺസെപ്റ്റിൽ ഒരു മനുഷ്യൻ ജീവിക്കുന്നത് ഒന്ന് അധികാരത്തിന് വേണ്ടിയാണ്. നമുക്കൊക്കെ അധികാരങ്ങളുണ്ട്. അധികാരം അമാനത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അധികാരം അമാനത്തായിട്ട് തന്നിട്ടുള്ളതാണ്. അധികാരം അമാനത്താണ്. അല്ലാഹു ഏൽപ്പിച്ചതാണ്. അധികാരം എന്ന് പറയുമ്പോ ഏതെങ്കിലും ഒരു വലിയ രാജ്യത്തിന്റെ ഭരണാധികാരി എന്നല്ല ഉദ്ദേശിക്കുന്നത്. നമ്മുടെ കീഴിൽ പിന്നെ ആരൊക്കെയുണ്ടോ അവരൊക്കെ നമ്മുടെ അധികാര പരിധിക്ക് കീഴിലുള്ള ഇപ്പൊ ഒരു വാപ്പ ഇത് കേൾക്കുന്ന ഓരോ പിതാവും ഓരോ ഉപ്പയും ശ്രദ്ധിക്കുക. നിങ്ങളുടെ മക്കളെ പറ്റി നാളെ റബ്ബ് നിങ്ങളോട് ചോദിക്കുന്നതാണ്. നിങ്ങളെ മക്കളെ പറ്റി നിങ്ങൾ മസ്ഊലാണ്. അപ്പൊ നിങ്ങളുടെ മക്കള് ദീനീ രംഗത്ത് വളരുക, അവര് നിസ്കരിക്കണുണ്ടോ, അവരുടെ വിഷയങ്ങളും അവരുടെ തസ്കിയത്ത്, അവരുടെ വിഷയങ്ങൾ ഇതൊക്കെ നാളെ റബ്ബ് ചോദിക്കും. അതുകൊണ്ട് ആ മക്കളുടെ വിഷയത്തിൽ ഉപ്പ പറയാൻ ബാധ്യസ്ഥനാണ്. ഉമ്മ ആലോചിച്ച് നോക്ക് നിങ്ങളെ വീടിന്റെ വിഷയം, നിങ്ങളുടെ വീട്ടിലെ കാര്യങ്ങള്, പിന്നെ മക്കളുടെ വിഷയം, ഭർത്താവിന്റെ വിഷയം ഇതിലൊക്കെ ചോദ്യം ചെയ്യപ്പെടും. അപ്പോ നമ്മുടെ ഒരു ഒരു കുടുംബനാഥനാണെങ്കിൽ കുടുംബത്തിന്റെ മൊത്തം ഉത്തരവാദിത്വം അദ്ദേഹത്തിനുണ്ട് ല്ലേ? അതുപോലെ തന്നെ മക്കളുടെ വിഷയത്തിൽ ഇനി കുട്ടിയുടെ ആവശ്യം ഒരു കുട്ടി ചോദ്യം ചെയ്യപ്പെടുന്ന കുട്ടിയുടെ ഒരു കുട്ടിയുടെ അണ്ടറിൽ ഒരു അനിയനുണ്ട്. അനിയന്റെ കാര്യം ഏട്ടൻ ശ്രദ്ധിക്കണം. ആങ്ങളയുടേത് പെങ്ങൾ ശ്രദ്ധിക്കണം. അങ്ങനെ നമ്മുടെ അമാനത്തായിട്ട് ഇനിയിപ്പോ ചെറിയ ചെറിയ അധികാരങ്ങൾ ഇപ്പം ജോലി സംബന്ധമായ ഔദ്യോഗികമായ അധികാരങ്ങൾ ഉണ്ടാവും ചിലർക്ക്. ചിലര് ബോസാണ്, ചിലര് അതിന്റെ ചീഫ് ആയിരിക്കില്ല, അതിന്റെ താഴെ ആയിരിക്കും. അതിന്റെ തന്റെ കീഴിൽ പണിയെടുക്കുന്ന ആളുകളെ പറ്റിയൊക്കെ നാളെ റബ്ബിന്റെ മുമ്പിൽ മറുപടി പറയേണ്ടതുണ്ട്. അപ്പൊ അങ്ങനെ എല്ലാവർക്കും അവരുടെ അമാനത്തുകൾ ഏൽപ്പിച്ചിട്ടുണ്ട്. ഈ അമാനത്തുകളൊക്കെ പൂർണ്ണമായിട്ട് നമ്മൾ ഉത്തരവാദിത്തത്തോടെ ചെയ്യണം. അപ്പൊ ഈ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ്? അപ്പൊ അവരുടെയൊക്കെ തൃപ്തി നേടാൻ വേണ്ടി കീഴുദ്യോഗസ്ഥര് മേലുദ്യോഗസ്ഥരുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് അവരൊന്ന് സംതൃപ്തിപ്പെടുത്താനുള്ള എല്ലാ ശ്രമവും നടത്താറുണ്ട്. പക്ഷേ ഈ ജീവിതത്തിന്റെ ലക്ഷ്യം അങ്ങനെയുള്ള അധികാര സ്ഥാനങ്ങളോ അങ്ങനെയുള്ള അധികാരങ്ങൾ നേടിയെടുക്കുക എന്നുള്ളതല്ല. അധികാരം രണ്ടാമത്തേത് പണം, സമ്പത്ത്, പണം ഉണ്ടാക്കുക, പൈസ ഉണ്ടാക്കുക. ഇതാണ് കിട്ടിയിട്ട് മതിവരാത്ത മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പോലെ കിട്ടിയിട്ട് മനസ്സ് ഇത്ര തൃപ്തിപ്പെടാതെ ഇങ്ങനെ വീണ്ടും വീണ്ടും മതിവരാത്ത മനസ്സ് ദുആ ചെയ്യണം എന്നാണ്. അങ്ങനെ മനസ്സ് മടുക്കണം. പിന്നെയും പിന്നെയും സമ്പത്ത് കിട്ടിയതുപോലെ മാൽ സ്വർണത്തിന്റെ 2 താഴ്വരകൾ ഉണ്ടായാല് മൂന്നാമതൊന്നിന് കൊതിക്കുന്ന മനുഷ്യ മനസ്സേ അൽ ഹാക്കുമുത് തകാസുർ എന്ന് പറഞ്ഞു. ഹുക്കുമുൻ തകാസുറും കിട്ടിയത് മതി വരാത്ത ഇൻഷാ അല്ലാഹ് അത് മറ്റൊരു ദിവസം നമ്മുടെ ഒരു വിഷയമായിട്ട് തന്നെ അത് പറയണം. സൂറത്ത് തകാസുർ ചർച്ച ചെയ്യേണ്ട ഒരു സൂറത്താണ്. അപ്പൊ പണം, അധികാരം, പിന്നെ പ്രശസ്തി. ഇത് രണ്ടും വന്നാ പിന്നെ വേണ്ടി ഒരാൾക്ക് നല്ല പണമുണ്ട്, അത്യാവശ്യം അധികാരവും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പണം, പ്രശസ്തിയാണ്. പിന്നെ പ്രശസ്തിക്ക് വേണ്ടി എത്ര പണം വേണേലും ചെലവഴിക്കും. അങ്ങനെ ആളുകളുടെ മുമ്പിൽ ആളാകാൻ, മറ്റുള്ളവരുടെ മുമ്പില് ഒന്ന് അറിയപ്പെടാൻ, ചാൻസ് കിട്ടിയാൽ ഒന്ന് മേലെ പൊന്തി നിൽക്കാത്ത എത്ര ആള് മനുഷ്യന്മാരുടെ കൂട്ടത്തിലുണ്ട്. അതാണ് ഈഗോ. നമ്മളെ ഞാൻ എന്നൊരു ബോധം അത് നമ്മുടെ മനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നശിപ്പിക്കപ്പെട്ടു. നമ്മുടെ ഇസ്ലാം ദീനൊക്കെ പിന്നെ ഇല്ലാതെയാവും. അപ്പോ ഇവിടെ അള്ളാഹുവിന്റെ ഇഷ്ടം നേടുക എന്ന ജീവിതത്തിന്റെ വലിയൊരു ലക്ഷ്യം. ഇതാണ് ജീവിതത്തിന്റെ ലക്ഷ്യം ഇതാണ്. അള്ളാന്റെ ഇഷ്ടം നേടുക എന്നുള്ളത്. അപ്പൊ ഇതാണ് സൂറത്തുൽ മുൽക്കില് 2-ാമത്തെ ആയത്തിൽ പറയുന്നത്. അതിന്റെ ആയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ തരികയാണ്. അപ്പോ അള്ളാഹുവിന്റെ ഇഷ്ടം നേടിയെടുക്കുക എന്ന ജീവിതാഭിലാഷം, അള്ളാന്റെ തൃപ്തി, അള്ളാന്റെ വജ്ഹ് ല്ലേ? അള്ളാഹുവിന്റെ മുഖം നേടിയെടുക്കുക. നമ്മുടെ ജീവിതത്തില് നമ്മൾ ചെയ്യണ ഓരോരോ മൈന്യൂട്ടായ ചെറിയ ചെറിയ കാര്യങ്ങൾ മുതൽ വലിയ വലിയ കാര്യങ്ങൾ വരെ അള്ളാന്റെ ഇഷ്ടാണെങ്കിൽ പിന്നെ നമ്മൾ ഇപ്പം ദാനം ചെയ്യുമ്പോ വരെ സ്വതക്ക ചെയ്യുമ്പോ വരെ നമ്മള് എന്റെ പേര് വെക്കണട്ടോ എന്ന് പറയുന്ന ഒരു കാലത്താണ്. ഞാനാ തന്നതെന്ന് എല്ലാവരോടും ആരോടും പറയാതെ ദാനം ചെയ്യുന്ന എത്ര പേരുണ്ട്. വലത് കൈ ശ്രേഷ്ഠമായ ദാനം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ചിലതൊക്കെ പ്രസിദ്ധപ്പെടുത്തേണ്ടി വരും ട്ടോ. പക്ഷെ അതല്ല പറയുന്നത്. ഉന്നതമായ ദാനമുണ്ട്. ആരും അറിയാത്ത ദാനം. ഒരുപക്ഷെ അയാള് മരിച്ചു പോയാലും അറിയില്ല. ലോകം തിരിച്ചറിയില്ല. അയാള് കുറെ ധർമ്മിഷ്ഠനായി. അയാൾ ഒരുപാട് ദാനം ചെയ്തിരുന്ന ആരും അറിയില്ല. വളരെ രസകരമായിട്ട് ദാനം ചെയ്യുന്ന എത്രയോ പേരുണ്ട്. അവരാണ് യഥാർത്ഥ ദാനം അത് തന്നെയാണ്. വലത് കൈ കൊടുക്കുന്നത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വലത് കൈ കൊടുക്കുന്നത് ഇടത് കൈ അറിയാതെ കൊടുക്കുന്നവര്. ഇതാണ് ഏറ്റവും പ്രധാനമായ ദാനം. അത് 10 രൂപയാണെങ്കിലും എത്രയായാലും കൊടുക്കുന്നത് ഒരാൾ അറിയിക്കണ്ട. ല്ലേ? അറിയിക്കാതെ ഒരാൾ അറിയാതെ കൊടുക്കാൻ കഴിയാ ല്ലേ? കഴിഞ്ഞ 2 വർഷം മുമ്പ് തൃശ്ശൂർ ജില്ലയില് ഒരു ജ്യേഷ്ഠനെ അനിയൻ സഹായിച്ചു. ജ്യേഷ്ഠന് വലിയ ഈഗോ ഉള്ള ആളാണ്. അയാളുടെ ബിസിനസ് മുഴുവൻ മുടിഞ്ഞു ഇല്ലാതായി ആകെ പ്രയാസത്തിലായപ്പോ വേറൊരു സുഹൃത്ത് വന്നിട്ട് ഒരു 5 ലക്ഷം കൊടുത്തു. അപ്പൊ ആ സുഹൃത്തിന്റെ 5 ലക്ഷം ആയിട്ട് ഇയാൾ വളർന്ന് വലുതായി.
പക്ഷേ ആ കൊടുത്തത് സുഹൃത്തായിരുന്നില്ല. ഇത് കൊടുത്തത് ഈ 5,00,000 കൊടുത്തത് അനിയനാണ്. അനിയന് അത്യാവശ്യം സമ്പത്തൊക്കെ ഉണ്ട്. പക്ഷെ അനിയന് കൊടുക്കുന്നത് ഏട്ടന്റെ ഈഗോക്ക് മോശമാവുന്നുള്ളതുകൊണ്ട് തന്നെ അനിയൻ കാണിച്ച ബുദ്ധി വേറൊരു സുഹൃത്തിന്റെ കൊണ്ടുപോയിട്ട് കൊടുത്ത് എന്നിട്ട് പറഞ്ഞു, ഇത് എന്റെ പണമാണ്. ഇത് എന്റെ പണമാണ്. ഇത് അവൻ എനിക്ക് തിരിച്ചു തന്നില്ലേലും കുഴപ്പമില്ല. അതുകൊണ്ട് നീ നിന്റേതാന്ന് പറഞ്ഞിട്ട് നീ കൊടുക്കണംന്ന്. സ്വന്തം കാക്കക്ക് കൊടുത്ത പൈസയാണ്. അങ്ങനെ ആ ബിസിനസ്സൊക്കെ വളർന്ന് വലുതായി. അത് മറ്റേ സുഹൃത്ത് ഇത് തിരിച്ചു ചോദിക്കണമില്ല. മറ്റേ സുഹൃത്ത് പറഞ്ഞു എനിക്ക് ഇത് തരണ്ടാന്നുള്ള രീതിയിൽ തന്നെയാണ് കൊടുത്തത്. ഈ ജ്യേഷ്ഠനാണെ കൊടുത്തൂല. പക്ഷെ കാലാന്തരത്തിൽ മാസങ്ങൾ കഴിഞ്ഞപ്പോ ചെറിയൊരു ഇഷ്യൂ ഉണ്ടായതിന്റെ പേരില് അനിയനുമായിട്ട് ആദ്യം നല്ല ബന്ധത്തിലൊന്നും ആയിരുന്നില്ല ഈ ജ്യേഷ്ഠന്. അനിയനോട് ഒരു വല്ലാത്തൊരു പുച്ഛം അങ്ങനെയായിരുന്നു. അങ്ങനെ അവസാനം അനിയന് ഒരു ആക്സിഡന്റിൽ വെച്ചിട്ട് മരണപ്പെടുകയാണ് അനിയൻ. അനിയൻ മരണപ്പെട്ട് അ അനിയന്റെ ഖബറടക്കം കഴിഞ്ഞപ്പോഴും പിന്നെ പല സമയത്തും ഈ സുഹൃത്തുക്കളൊക്കെ കൂടിയിരിക്കുമ്പോ ഇയാളുടെ വലിയ സുഹൃത്താണല്ലോ. 5,00,000 തന്ന ആള് വലിയ സുഹൃത്താണല്ലോ. അപ്പൊ അയാളോട് ഇങ്ങനെ കൂടിയിരിക്കുമ്പോ ഇങ്ങനെ പറയുമ്പോ ഒരിക്കല് ഇങ്ങനെ സ്വകാര്യമായിട്ട് പറഞ്ഞു, "എടാ നിന്റെ അനിയനെ പറ്റി എന്റെ അഭിപ്രായം എന്താണെന്ന്" ചോദിച്ചു ഈ സുഹൃത്ത്. അവന് അവന് ജീവിതത്തിൽ അവനോട് എനിക്കൊരു ഉപകാരം ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞ വാക്ക് അതങ്ങട് കേട്ടപ്പോ ഇയാൾക്കത് പിടിച്ചു നിൽക്കാൻ അനിയൻ അമാനത്തായിട്ട് പറഞ്ഞാണ് ജീവിതത്തിൽ മരിക്കണത് വരെ ഞാൻ മരിക്കണത് വരെ ഇത് പറയരുതെന്ന് പറഞ്ഞു. പക്ഷെ അത് പറഞ്ഞു. അനിയന് പറഞ്ഞു അങ്ങോട്ട്. അങ്ങനെ അവസാനം അത് പറഞ്ഞപ്പോ പിന്നെ തീരാ കഥനം, തീരാ ദുഃഖായി പിന്നെ. കാരണം എന്താ? അനിയനാണല്ലോ ഈ പൈസ അന്ന് തന്നത്. അനിയന്റെ മനസ്സ് മനസ്സിലാക്കാൻ പറ്റിയില്ല. അപ്പൊ അങ്ങനെ ജീവിതത്തിൽ ഒരുപാട് വലത് കൈ കൊടുക്കുന്നത് ഇടത് കൈ അറിയാതെ, ഭാര്യ പോലും അറിയണ്ട, ആരോടും പറയണ്ട, ഒരാളും അറിയിക്കാതെ ഒരു ദാനം ചെയ്ത് വെക്കേണ്ടി നല്ല രസമാണ്. നമ്മള് മനസ്സിൽ ഭയങ്കര നമുക്ക് മനസ്സ് പോരെ, അള്ളാഹിനെ തൃപ്തിപ്പെട്ടാ പോരെ. നമ്മുടെ പല ദാനത്തിന്റെയും യഥാർത്ഥ ഉദ്ദേശം യഥാർത്ഥ ഉദ്ദേശം ദീനല്ല എന്നുള്ളതാണ് അതിന്റെ വസ്തുത. യഥാർത്ഥത്തിൽ നമ്മുടെ ഉദ്ദേശം ദീനാണെങ്കിൽ പിന്നെ നമ്മളെന്തിനാ പിന്നെ അതിന്റെ പിന്നാലെ കൂടുന്നെ? ഈ കഴിഞ്ഞ ദിവസം ഇപ്പം നമ്മുടെ ഖുർആൻ പഠിക്കാൻ വേണ്ടി പാവപ്പെട്ട വീട്ടിലെ കുട്ടികൾക്ക് വൈഫൈ കണക്ഷന് വേണ്ടിയിട്ട് ഞാന് കുറെ ഔട്ട് ചെയ്തിരുന്നു. അപ്പം ചില ചില ആളുകളൊക്കെ ഇങ്ങനെ അയച്ചു തരും. അപ്പൊ ഞാൻ ചോദിക്കും, നിങ്ങളുടെ പേര് സ്പോൺസർഷിപ്പ് ലിസ്റ്റ് കൊടുക്കണ്ടേ? ചിലര് പറയും പേരും കൊടുക്കണ്ട, ഞാൻ ആരാന്നും പറയണ്ട. ചിലരിപ്പോഴും പേര് പറയാത്ത ആളുകളുണ്ട്. എനിക്ക് അക്കൗണ്ടിലേക്ക് ക്യാഷ് ഇട്ട് തന്നിട്ട് ഇത് കൊടുക്കുക. അമാനത്താണ് ആ കുട്ടികൾക്ക് കൊടുക്കുക. കുട്ടികൾ ഖുർആൻ പഠിക്കുക. അപ്പൊ ഞാൻ ചോദിക്കും നിങ്ങളുടെ പേര് പറ. ജസ്റ്റ് ഇവിടെ എക്സലിൽ ഒന്ന് ടൈപ്പ് ചെയ്ത് വെക്കാനാണ്. ഇന്ന ആള് തന്നു എന്നുള്ളതിന്. എന്നിട്ട് അതുപോലും പറയാതെ, പേര് പറയാതെ വെറും നമ്പർ വാട്സാപ്പ് നമ്പർ മാത്രമാണ്. അപ്പൊ ഞാൻ ആ പേര് എഴുതി വെച്ചിങ്ങനെ സ്പോൺസർ 1, സ്പോൺസർ 2. അപ്പൊ ഇത് ഇസ്ലാമിന്റെ മാത്രം പ്രത്യേകതയാണ്. അള്ളാഹുവിന്റെ ഈ ഇഷ്ടം മാത്രം ആഗ്രഹിച്ചുകൊണ്ട് മറ്റൊന്നും ചിന്തിക്കാതെ, മറ്റൊന്നും അവർ ആഗ്രഹിക്കേണ്ട കാര്യമില്ല. അവര് പറഞ്ഞു ഞാൻ നിങ്ങളെ ക്യാഷ് ഏൽപ്പിച്ചല്ലോ, അത് അമാനത്താണല്ലോ, അത് ഏൽപ്പിച്ചു കഴിഞ്ഞല്ലോ, എനിക്കുള്ളത് അള്ള തന്നോളും. പിന്നെ വേറൊരു വിഷയങ്ങൾ അറിയണ്ട എന്ന് പറയുന്നവർ വല്ലാതെ ആദരവ് തോന്നിപ്പോ. അങ്ങനെ ദാനം ചെയ്യുന്ന എത്രയോ പേര് നമ്മുടെ കൂട്ടത്തിലുണ്ട്. അള്ളാഹു അവർക്ക് ജീവിതത്തിൽ റഹ്മത്തും ബറക്കത്തും അളവില്ലാതെ നൽകട്ടെ എന്നാണ് പ്രാർത്ഥിക്കാനുള്ളത്. അള്ളാഹു അവർക്ക് നൽകട്ടെ. തീർച്ചയായിട്ടും നൽകും. കാരണം ഇത് നീയത്ത് വലിയ പ്രധാനമാണ്. നമ്മുടെ നീയത്ത് നമ്മൾ ചെയ്യണതിന്റെ നീയത്ത് നമ്മുടെ നീയത്ത് അലല്ലയാണെങ്കിൽ, റിളല്ലയാണെങ്കിൽ, അള്ളാഹുവിന്റെ ഇഷ്ടം നേടുക എന്നുള്ള നീയത്താണെങ്കിൽ തീർച്ചയായിട്ടും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഒരുപാട് ജീവിതത്തിൽ നമുക്ക് എന്താ വേണ്ടത്? ഏറ്റവും കൂടുതൽ നമുക്ക് എന്താ വേണ്ടത്? മനസ്സമാധാനല്ലേ? സ്വസ്ഥായിട്ടൊന്ന് ഉറങ്ങാൻ പറ്റുക എന്നുള്ളതല്ലേ? കടമില്ലാത്തൊരു ദിവസല്ലേ? ഒരു കടവും ബാധ്യതയില്ലാത്തൊരു ദിവസം മനസ്സമാധാനത്തോടെ സുന്ദരമായി ഉറങ്ങാൻ പറ്റുന്ന ഒരു ദിവസം. ഇതൊക്കെയാണ് ശരാശരി ഒരു മനുഷ്യന്റെ സ്വപ്നം. ഇതൊക്കെ ഭൂമിയിൽ അള്ളാഹുവിന്റെ റഹ്മത്തും ബർക്കത്തുള്ളവർക്ക് മാത്രം പറഞ്ഞാണ്. അങ്ങനെ ജീവിതത്തിൽ സമാധാനം ഉണ്ടാകാൻ, ജീവിതത്തിൽ സംതൃപ്തി ഉണ്ടാകാൻ ശരിയായ വഴിയിലൂടെ സഞ്ചരിക്കണം. ശരിയായ വഴി ഇതാണ്. സൂറത്തുൽ മുൽക്കില് പറയുന്ന അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത്ത. അള്ളാഹ് ഈ ജീവിതം ഉണ്ടാക്കിയത് എന്തിനാണ്? അള്ളാഹു ഈ മരണം ഉണ്ടാക്കിയത് എന്തിനാണ്? അള്ളാഹു ഈ ദുനിയാവിലെ ഒരു ചെറിയ ടെമ്പററി ലൈഫ്, ഇത് പെർമനന്റ് അല്ല, ടെമ്പററി നമുക്ക് വേറെ വരാനിരിക്കാണ്. ഈ വളരെ ഷോർട്ട് ആയിട്ടുള്ള ഈ ജീവിതം ഉണ്ടാക്കിയത് ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. അയ്യുക്കും അഹ്സനു അമല. ഇത് അർത്ഥറിയാത്ത ഒരാളും ചിലപ്പോൾ ഇത് ഉണ്ടാവില്ല. ഈ ആയത്തിന്റെ അർത്ഥം അറിയാത്ത. പക്ഷെ ഇതിന് വലിയൊരു വ്യാഖ്യാനമുണ്ട്. ഹസൻ അമലല്ല. ഹസൻ അമൽ എന്ന് ഖുർആൻ പറഞ്ഞിരുന്ന എങ്കില് അവർക്ക് പ്രശ്നമില്ല. പക്ഷെ ഇവിടെ അഹ്സനു എന്നാണ് ഉപയോഗിച്ചത്. ഹസൻ എന്ന വേർഡിനേക്കാൾ ഗുഡ്, വെരി ഗുഡ് എന്ന് ഇംഗ്ലീഷിൽ പറയും അല്ലെ. എക്സലന്റ് ആയിട്ട് കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകൾക്കാണ് അള്ളാഹു പിന്നെ അതാരാന്ന് തെരഞ്ഞെടുക്കാൻ വേണ്ടിയുള്ള ഒരു എക്സാം സെന്റർ പോലെ, ഒരു പരീക്ഷാ ഹാള് പോലെയാണ് യഥാർത്ഥത്തിൽ ഈ ജീവിതം. ആലോചിച്ച് നോക്കണം. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത്ത്, ഈ ഭൂമിയിലെ ജീവിതം അയ്യുക്കും അഹ്സനു അമല, നിങ്ങൾ ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നത് ആരാണ് എന്ന് അള്ളാഹു തിരിച്ച വഹുവൽ അസീസുൽ ഗഫൂർ.
ഓക്കെ. അപ്പൊ അള്ളാഹു നോക്കുന്നത് നിങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ളതല്ല. നിങ്ങൾ പ്രവർത്തിക്കുന്നത് ഏറ്റവും നന്നായിട്ടാണോ എന്നാണ്. ഏറ്റവും നല്ല പ്രവർത്തനങ്ങളാണ് ദീനീ രംഗത്ത് നമ്മൾ കാണിക്കേണ്ടത്. നമ്മൾ ഏത് മേഖല, കുടുംബം, എല്ലാ വിഷയത്തിലും നമ്മൾ ഏറ്റവും നന്നായിട്ട് പ്രവർത്തിക്കാനുള്ള അഹ്സനാകാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. ആ പ്രവർത്തനത്തിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുക. അള്ളാന്റെ മാർഗത്തിൽ പരിശ്രമിക്കുക. അങ്ങനെ പരിശ്രമിച്ച് അള്ളാഹുവിന്റെ ഇഷ്ടം നേടിക്കൊണ്ട് മരിക്കുന്ന യഥാർത്ഥ സത്യവിശ്വാസികളിൽ അള്ളാഹുവെ ഞങ്ങളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അള്ളാഹുവെ, മരിക്കുന്നതിന് മുമ്പ് ഷഹാദത്തെ ഹഖ്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ് മരിക്കാൻ അള്ളാഹുവെ ഭാഗ്യം തരണേ അല്ലാഹ്. അള്ളാഹുവെ, ജീവിതത്തിൽ ത്യാഗം ചെയ്യാനുള്ള ത്യാഗ മനസ്ഥിതി അള്ളാഹുവെ നൽകണേ അല്ലാഹ്. കൊടുക്കാൻ കഴിയണ ത്യാഗം ചെയ്യാനുള്ള ബോധം മനസ്സ് വേണമല്ലോ അള്ളാഹുവെ. ദാനശീലം നൽകണേ അല്ലാഹ്. അള്ളാഹുവെ, വാരിക്കൂട്ടാനുള്ള മനസ്സ്, ദുനിയാവ് പിടിച്ചടക്കാനും ജയിച്ചടക്കാനുള്ള ഈ ആർത്തി ഞങ്ങളുടെ മനസ്സിൽ ഇട്ട് തരലേ അല്ലാഹ്. അള്ളാഹിന്റെ റസൂല് ദുആ ചെയ്ത, ഒരു പക്ഷേ ഈ സദസ്സിലെ മറ്റു പല ദുആക്കും ആമീൻ ചൊല്ലാൻ നിങ്ങൾ റെഡിയാണെങ്കിൽ ഈ ദുആക്ക് നിങ്ങളാരും ആമീൻ ചൊല്ലുംന്ന് എനിക്ക് തോന്നണില്ല. ഒരു ദുആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യുന്ന 2 ദുആകളുണ്ട്. ഒരാളും ഒരുപക്ഷെ ആമീൻ ചൊല്ലാൻ ഭയപ്പെടുന്ന, ഒരുപക്ഷെ ഞാനിപ്പോ ദുആ ചെയ്താലും ആ ദുആ നിങ്ങൾ ആമീൻ ചൊല്ലാതിരിക്കാൻ സാധ്യതയുള്ള 2 ദുആ ഉണ്ട്. ഒന്ന് അല്ലാഹുമ്മ അമിത്ന ശുഹദാ എന്നാണ്. ചിലരൊക്കെ ധൈര്യപ്പെട്ടേക്കാം, അല്ലാഹു എന്നെ ഷഹീദാക്കണേ, എന്നെ രക്തസാക്ഷിയാക്കണേ. നാളെ സ്വർഗ്ഗത്തില് ജന്നാത്തുൽ ഫിർദൗസില് അംബിയാ മുർസലുകളുടെ കൂടെ, ശുഹദാക്കളുടെ കൂടെ, അള്ളാഹുവിന്റെ പുണ്യപുരുഷന്മാർ ജീവത്യാഗം കൊണ്ട് മഹാമാതൃകകൾ തീർത്ത ആ വീരപുരുഷന്മാരുടെ കൂടെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് ചേരാൻ, അല്ലെ, ഒന്നാം സ്വർഗത്തില്, ഏറ്റവും ഉന്നതമായ സ്വർഗത്തില്, സ്വർഗത്തിന് ഒരുപാട് തട്ടുകളുണ്ട്, അതില് ഏറ്റവും ഉന്നതമായ പദവിയിൽ എത്താൻ ഷഹീദാകണം. ഷഹീദാക്കണേ അല്ലാ, എന്നെ രക്തസാക്ഷിയാക്കണേ അല്ലാ. ജീവിതത്തിൽ എത്ര പേരുണ്ട് 5 നേരം ഇത് പ്രാർത്ഥിക്കുന്നത്? സലാം വീട്ടി കഴിഞ്ഞ് ഈ ദുആ ചെല്ലാൻ ധൈര്യമുള്ളവരുണ്ടോ? അള്ളാന്റെ മാർഗത്തിൽ മരിക്കാൻ അള്ളാഹുവെ തൗഫീഖ് ചെയ്യണേ എന്ന് ദുആ ചെയ്യാൻ ഒന്നാമത്തത്. രണ്ടാമത്തെ, നമ്മൾ ആരും പ്രാർത്ഥിക്കാൻ മടിക്കുന്ന ഒരു പ്രാർത്ഥന ഉണ്ട്. അള്ളാന്റെ റസൂല് പ്രാർത്ഥിച്ച പ്രാർത്ഥന. അള്ളാഹുവേ, ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചത് എപ്പോഴാണെന്നറിയോ? മിറാജ് യാത്ര കഴിഞ്ഞ ശേഷം തിരിച്ചു വന്ന് സ്വർഗവും നരകവും കണ്ടിട്ട് വന്നിട്ട് പറഞ്ഞു, എന്റെ സഹാബത്തെ, നരകത്തിൽ ഏറ്റവും കൂടുതൽ ഭൂമിയിലെ സുഖലോലുപരായിരുന്നു. ഭൂമിയിൽ അല്ലലും അലട്ടലും ഇല്ലാതെ കഷ്ടപ്പാടൊന്നും ഇല്ലാതെ കഴിഞ്ഞവരായിരുന്നു. നരകത്തില് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് സഹാബത്തെ, അതോടൊപ്പം സ്വർഗത്തിൽ ഉണ്ടായിരുന്നത് ഭൂമിയിലെ പാവങ്ങളാണ്. ഭൂമിയിലെ പാവങ്ങളാണ്. ഒന്നുമില്ലാത്തവരായിരുന്നു. ഒന്നുമില്ലാത്തവരുടെ മനസ്സിൽ ഖൽബിൽ ഈമാൻ ഉണ്ടാവും. അവരില്ലായ്മയിൽ അള്ളാഹുവിനെ ഓർക്കും. ഉള്ളപ്പോ സുഖലോലുപതയുടെ അകത്ത് നമുക്ക് അള്ളാഹനെ നമ്മൾ മറന്നിട്ട് പല കളിയും കളിക്കും. പക്ഷെ ആ കളിയുടെ അവസ്ഥ അവസാനം കത്തിജ്വലിക്കുന്ന നരകമായിരിക്കും. അതുകൊണ്ട് അള്ളാന്റെ റസൂല് പ്രാർത്ഥിച്ചു. അള്ളാന്റെ റസൂല് ലാളിത്യ ജീവിതത്തിന്റെ മഹിമ മാതൃകയാണ് കാണിച്ചത് നമുക്ക്. നമുക്കൊരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല അത്. ആ ലാളിത്യം, ആ ഭക്ഷണം കഴിക്കുന്നത് മുതൽ, എത്ര എത്ര നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്, നമ്മുടെ വയറിങ്ങനെ ചാടി വരിക, പുറത്തേക്ക് വരികയാണ്. നമ്മൾ നമ്മുടെ ഭക്ഷണം നിയന്ത്രിക്കേണ്ടതുണ്ട്. തോന്നിയ പോലെ തിന്നാൻ പറ്റൂല. ഇസ്ലാമിൽ ഇതിനൊക്കെ കൺട്രോൾ ഉണ്ട്. അതുപോലെ തന്നെ ഉറക്കം കൺട്രോൾ ഉണ്ട്. തോന്നിയ പോലെ ഉറങ്ങാൻ പറ്റൂല. കൺട്രോൾ ഉണ്ട് ഉറക്കത്തിന്. നമുക്ക് എല്ലാറ്റിനും കൺട്രോൾ ഉണ്ട്. ഇതൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന, അതാണ് അഹ്സനുൽ അമൽ എന്ന് പറഞ്ഞാൽ. നമ്മുടെ അമല് നന്നാക്കുക എന്ന് പറഞ്ഞാൽ അതാണ്. അങ്ങനെ അള്ളാഹിന്റെ റസൂല് പ്രാർത്ഥിച്ചു, അള്ളാഹു എന്നെ ഫക്കീറായിട്ട് ജീവിപ്പിച്ച് ഫക്കീറായിട്ട് മരിപ്പിക്കണേന്ന്. അങ്ങനെ തന്നെ മരിച്ചത്. മരിച്ചപ്പോഴും കട ഉണ്ടായിരുന്നു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലെ, ഒരു പണയം വെച്ച ഒരു പടയങ്കി പണയം വെച്ചതിന്റെ കഥ കേൾക്കാം നമുക്ക്. അപ്പൊ അങ്ങനെ ഫക്കീറായിട്ട്, ഒന്നും വേണ്ട, ഒന്നുമില്ലാതെ, ബാധ്യതകളില്ലാതെ, ഒന്നും ഉണ്ടാവരുത് ഭൂമിയിൽ, ഇവിടുന്ന് പിരിഞ്ഞു പോകുമ്പോ പ്രയാസങ്ങളില്ലാതെ, ദരിദ്രനായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുമ്പോ, ദാരിദ്ര്യം ചോദിക്കുക അള്ളഹാനോട്. ഇവിടെ ദാരിദ്ര്യം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുക, അതിനു വേണ്ടി പാടുപെടുക, ദാരിദ്ര്യത്തെ ചോദിക്കുക. കാരണം ദാരിദ്ര്യത്തില് ദീനുണ്ടാവും. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അള്ളാഹു നമുക്ക് തന്നുകൊണ്ടിരിക്കുന്ന നിയാമത്തുകൾ, കണ്ണുള്ളപ്പോ കണ്ണിന്റെ വില അറിയില്ല. വീടുള്ളപ്പം വീടില്ലാത്തവന്റെ വിഷമം നമുക്ക് മനസ്സിലാവില്ല. കരണ്ടും വെള്ളവും വെളിച്ചവും എല്ലാ സൗകര്യത്തിലും സുഖലോലുപതയിൽ ജീവിക്കുമ്പോ ഇല്ലാത്തവന്റെ വിഷമം മനസ്സിലാവില്ല എന്ന് മാത്രമല്ല, ഈ സുഖലോലുപതയില് നമുക്ക് ദീന് നമ്മൾ മെല്ലെ ഇല്ലാതായിക്കൊണ്ടിരിക്കും. പിന്നെ റബ്ബിനെ ഓർക്കാൻ കഴിയില്ല നമുക്ക്. നമ്മൾ ഈ ദുനിയവിയായ ഒരു വല്ലാത്തൊരു വലയത്തിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോ ചിലപ്പോഴൊക്കെ നമ്മൾ ദീനിനെ ഇങ്ങനെ അവോയ്ഡ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ അങ്ങനെ അകന്നകന്നകന്ന് ഒരുപാട് അകന്നു പോയിട്ടുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് വിശുദ്ധ ഇസ്ലാമിന്റെ രാജപാതയിലേക്ക് കടന്നു വരിക, അള്ളാഹുവിനെ ഓർക്കുക, അള്ളാഹിന്റെ ദിക്റിലും ഫിക്റിലുമായിട്ട് ജീവിക്കാൻ ശ്രദ്ധിക്കുക. 5 വഖത്ത് അള്ളാഹിന്റെ മുമ്പിൽ കൃത്യമായി കൃത്യസമയത്ത് ജമാഅത്തായിട്ട് നിസ്കരിക്കാൻ, അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കാര്യം.
ഏറ്റവും ഇമ്പോർട്ടന്റ് അത് തന്നെയാണ്. അത് ആദ്യം ശരിയാക്കുക. എന്നിട്ട് ബാക്കിയുള്ളത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഓരോന്നോരോന്നായിട്ട് എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ടാവും. എവിടെയെങ്കിലുമൊക്കെ വീഴ്ചയില്ലാത്ത ആരുമില്ല. അവനവന്റെ വീഴ്ചകൾ കണ്ടെത്തുകയും അത് മനസ്സിലാക്കുകയും അത് തിരുത്താനും നമുക്ക് കഴിയണം. അപ്പോഴാണ് നമ്മൾ അള്ളാഹുവിന്റെ മലക്കുകളെക്കാൾ ഉന്നതന്മാരായി അൻതുമുൽ അഅലൗന ഇൻ കുൻതും മുഅ്മിനീൻ. അള്ളാഹുവേ, അങ്ങനെയുള്ള യഥാർത്ഥ സത്യവിശ്വാസികളിൽ അള്ളാഹുവെ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് والمسلمون والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم ربنا أجرنا من النار. اللهم ربنا هب لنا من أزواجنا وذرياتنا قرة عين واجعلنا للمتقين إماما. اللهم رب زدنا علما نافعا وعملا متقبلا ورزقا حلالا طيبا. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله.